നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയ ഇതിനുള്ള ഒരു പ്രോത്സാഹന സമ്മാനമുണ്ട്. നമ്മുടെ റൂട്ടുകളിൽ വെച്ചിട്ട് ആ 15 റൂട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ 3 റൂട്ടാണ് 1, 2, 3 സ്ഥാനങ്ങൾ നേടിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ സ്ഥാനം ലഭിച്ചത് പോത്തങ്കോട് റൂട്ടിനാണ്. അപ്പോൾ പോത്തങ്കോട് റൂട്ടിന്റെ രാജേഷിനെ ഇതിന്റെ സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഞങ്ങളൊരു കൊച്ചു ക്ലിനിക് ഉണ്ടായിരുന്നു ആശുപത്രി. ഞാൻ ആയുർവേദ ഡോക്ടർ കൂടെയാണ്. ഒരു കൊച്ചു ക്ലിനിക് ഉണ്ടായിരുന്നു. ഈ ക്ലിനിക്കിൽ വൈകുന്നേരങ്ങളിൽ കുറെ ആൾക്കാർ പുറത്തുനിന്ന് നിൽക്കും. നിങ്ങളുടെ നമ്പർ വീട്ടിൽ താമസിക്കുന്ന അവരുടെ ബന്ധുക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. അവർ വിളിക്കുന്നതിലേക്ക് വേണ്ടി അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കുറെ പേര് കാത്തു നിൽക്കും. ഒരു മിനിമം ഒരു 10 പേർക്കെങ്കിലും ഒരു ദിവസം. ഞങ്ങൾക്ക് ചിലവൊന്നുമില്ല, ഞങ്ങളുടെ മുറിയും സൗകര്യങ്ങളും അവർ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. അവർ വന്ന് നിൽക്കും. അപ്പൊ ഞങ്ങളുടെ ആരെങ്കിലും ഫോൺ എടുക്കും, സുലൈമാനുണ്ട് ഒന്ന് കൊടുക്കുകയോ അല്ലെങ്കിൽ അവിടെ റഫീഖുണ്ട് ഒന്ന് വിളിക്കുകയോ ഇങ്ങനെയൊക്കെ ചോദിക്കും. അവർ കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. അവർക്ക് വേണ്ടി ഞങ്ങൾ 1 മണിക്കൂർ സമയം ചെലവഴിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഭൗതിക സാഹചര്യങ്ങൾ അത്രമാത്രം കുറഞ്ഞ ഒരു കാലഘട്ടത്തിലായിരുന്നു ഞാനൊക്കെ ബിസിനസ് തുടങ്ങുന്നത്. ബിസിനസിനെ പറ്റി യാതൊരു വിധമായ നോളജുമില്ല. ഒരു ആയുർവേദ ഡോക്ടർ ആശുപത്രി നടത്തിക്കൊണ്ടു പോകുന്ന ഒരാളിന് ആയുർവേദ ഔഷധ നിർമ്മാണവും അതിന്റെ കച്ചവടമൊക്കെ അത്ര ഈസിയുള്ള കാര്യമല്ല. ഒരുപാട് ബുദ്ധിമുട്ടുകൾ എടുത്തു. ബസ്സിലും സ്കൂട്ടറിലും ഒക്കെ കേരളത്തിലുടനീളം കൊണ്ടു നടന്ന് ഏകദേശം കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തന്നെ ഒരു 6-7 വർഷം എടുത്തു. ഇതിപ്പം 4 വർഷം കഴിഞ്ഞ കമ്പനിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഇപ്പോൾ അന്ന് 4 വർഷം കഴിഞ്ഞപ്പോൾ പോലും ഒന്നും അറിഞ്ഞില്ല. 93-94 കാലഘട്ടത്താണ് പിന്നെ അത് അറിഞ്ഞു തുടങ്ങുന്നത്. 88 കാലഘട്ടം തുടങ്ങിയിട്ട് 93-94 കാലഘട്ടത്താണ് ജനം അറിഞ്ഞു തുടങ്ങുന്നത്. പിന്നെ കുറേശ്ശെ പരസ്യങ്ങൾ ചെയ്ത് മരുന്ന് എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളതായിരുന്നു അടുത്ത കടമ്പ. വാഹനമില്ല, ഇന്നത്തെ പോലെ ഒരുപാട് സൗകര്യങ്ങളൊന്നുമില്ല. കൊറിയർ സർവീസ് ഇല്ല. പോസ്റ്റ് ഓഫീസും വഴിയുള്ളത് മാത്രമേ ഉള്ളൂ. വൈദ്യുതി ഉണ്ട് എങ്കിലും ബുദ്ധിശക്തി ഉണ്ട് എങ്കിലും ഒരു ദിവസം പല സമയവും കട്ടായിരിക്കും. മരുന്നൊക്കെ ഒന്ന് പൊടിച്ച് ക്ലിയറാക്കി എടുത്ത് ഒരു മരുന്ന് ഉണ്ടാക്കാനായി നിൽക്കുമ്പോൾ മുന്നിൽ കറണ്ട് പോകും. പിന്നെ വരുന്ന 3 മണിക്കൂർ 4 മണിക്കൂർ പോകും. പിന്നെ അന്നത്തെ കാര്യം നടക്കില്ല. ഇങ്ങനെ ഒരുപാട് പ്രതിബന്ധങ്ങൾ അന്നുണ്ടായിരുന്നു. പിന്നെ സാഹചര്യം മാറി. അന്ന് പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ജനങ്ങളുടെ ഒരു സൗഹൃദ അന്തരീക്ഷം അന്നില്ലായിരുന്നു. ഒരു ബിസിനസ് തുടങ്ങി അല്ലെങ്കിൽ ബിസിനസ്സിനെ അത്ര 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല അന്നത്തെ. ഇന്നങ്ങനെയല്ല. ഒരു ബിസിനസ് നാടിന്റെ വളർച്ചയ്ക്ക് എത്രമാത്രം സഹായിക്കുമെന്ന് രാഷ്ട്രീയ രംഗത്തുള്ളവർ പോലും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അന്നങ്ങനെയല്ല. അന്നൊരു ബിസിനസ് ഉണ്ടായാൽ തമിഴ്നാട്ടിലെ സാഹചര്യമല്ല, മുതലാളി എന്നുള്ള രീതിയിലാണ്. പിന്നെ ശ്രീ ലാൽ സാറ്, ശ്രീ ഗോപനാഥ് സാർ ഇവിടെ എത്തിയിട്ട് ഇവിടെ ഇരിക്കുന്ന കൺസ്യൂമർ സേവന സംഘത്തിന്റെ സഹകാരികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ കൈകാല കേന്ദ്രങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി അതിന്റെ പുതിയ ഒരു തലത്തിലേക്ക് കിടക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് തരത്തിലുള്ള വെല്ലുവിളികളെയും ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഈ ഒരു സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത്. എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതലായി ഞാൻ ഈ അവസരത്തിൽ പറയുന്നില്ലെങ്കിലും ഇത്രയേറെ വെല്ലുവിളികൾ അഭിമുഖീകരിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനത്തിന് ഇത്രയും സജീവമായി ഇങ്ങനെ ഒരു പ്രദേശത്ത് നിലനിൽക്കുവാൻ കഴിയുന്നു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കുവാൻ കഴിയുന്ന കാര്യമാണ്. ഈ സ്ഥാപനത്തിന്റെ നാളുകളിൽ വീണ്ടും വലിയ ഉയർച്ചകളിലേക്ക് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.